നമ്മൾ പിരിച്ച് നട്ടിട്ട് ഏകദേശം 12 ദിവസമായിട്ടുള്ള സുന്ദരി ചീരയാണ് കേട്ടോ. ഏകദേശം ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് ചീര കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനകത്ത് നിന്ന് ചീര ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഉണ്ടാവും. നിലവിൽ നിങ്ങൾക്ക് കാണാം ഒരു മൂടാണ്. ഇതിനകത്ത് ഏകദേശം 8-9 ബ്രാഞ്ചസ് വളർന്നിട്ടുണ്ട്. ഇതും ഇതേ കണക്കിന് ഡെവലപ്പായി വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചീര ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ മേളിൽ തണ്ട് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ ചെറിയൊരു ബ്രാഞ്ചസ് അതിൻ്റെ നിന്ന് കിളിച്ച് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം ഇതിനകത്ത് നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കാം. ഇതിനകത്ത് പൂ വരുന്നൊരു വെറൈറ്റി അല്ല, പെട്ടെന്നൊന്നും പൂ വരുത്തില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എല്ലാം സുന്ദരിച്ചീരയാണ്. സുന്ദരിച്ചീര നടുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അകലം കൂട്ടി നടണം. കാരണം ഇതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് അത് ഒരുപാട് സ്ഥലം വേണ്ടി വരും. അപ്പം പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണക്ക് 1-2 മാക്സിമം 1 നടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിൻ്റെ ഇത് കണ്ട് ഒരുപാട് മുളയാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അപ്പം ഒരു ഗ്രോ ബാഗ് തന്നെ ഇതിന് ചെറുതാണ്, വലിയൊരു സ്പേസ് തന്നെ ഇതിന് വേണ്ടി വരും കേട്ടോ.